താങ്ക് യു കൂടുതൽ ആളുകൾ വീഡിയോയിൽ വരൂ കേട്ടോ. നിങ്ങളെ കാണുമ്പോ ആ ഒരു എനർജി ഉണ്ടല്ലോ, അപ്പൊ അത് കിട്ടുമ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ. നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും ആളുകൾ കണ്ട് സംസാരിക്കുന്നതും വ്യത്യാസമില്ലേ, അല്ലേ? അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ സെഷനിലേക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നും കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ വന്നിങ്ങനെ പറയണ എന്താ, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഒരു അത് കൊടുക്കുകയാണ്, അല്ലെ? ഓക്കെ, അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? ആരൊക്കെ നോക്കിയിട്ടുണ്ടോ നോക്കട്ടെ, ഒന്ന് ടൈപ്പ് ചെയ്ത്. എന്ത് നമ്മുടെ ടോപ്പിക് എന്താണ്? ടൈപ്പ് ചെയ്യൂ. ആരെങ്കിലും ടൈപ്പൂ. ശുഭാപ്തി വിശ്വാസാണ്, അത് ശരിയാണ്. പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ്? സെൽഫ് കോൺഫിഡൻസ് ആണോ? താങ്ക് യു സോ മച്ച് റെജിയ മാം. ഓപ്റ്റിമിസം ഫോർ സക്സസ്ഫുൾ ലൈഫ്. ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം ജീവിത വിജയത്തിന്, അല്ലെ? നമ്മളിൽ ഒരുപാട് ആളുകള് ശുഭാപ്തി വിശ്വാസമുള്ള ആളുകള് ഈ കൂട്ടത്തിലുണ്ട്. എന്തും എങ്ങനെയും വരട്ടെ, എന്തിനേയും ഞാൻ നേരിടും. വരാൻ പോകുന്നത് നല്ലതല്ലേ, വരാൻ പോകുന്നത് നല്ലതിന്, വന്നുകൊണ്ടിരിക്കുന്നതും നല്ലത്, വന്നു കഴിഞ്ഞതും നല്ലത്, അല്ലെ? കഴിഞ്ഞു പോയതും നല്ലത്, അല്ലെ? നമ്മുടെ ഗീതയിലെ വാക്കുകളാണ്. ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചോട്ടെ, അതെല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലതിനാണ് എന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് ജീവിതത്തില് കയ്പും മധുരവും ചവർപ്പും ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില് ഇനി ഒരു മധുരം വരാനുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ന് കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതിനെയാണ് നമ്മൾ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെ? നിങ്ങളുടെ മനസ്സിൽ എന്താണ് ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയൂ. ഒന്ന് പറയൂ, എന്താണ് ശുഭാപ്തി വിശ്വാസം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നല്ല വിശ്വാസം. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. എല്ലാം നല്ലതിന് ഈ നിമിഷവും കടന്നു പോകും. യെസ്, ദിസ് ടു ഷാൽ പാസ്. എല്ലാം ശരിയായി നടക്കും എന്ന വിശ്വാസം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാം അറിയാം. ഞാൻ പറയാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെ? എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചിരിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങള് എല്ലാം ഒരു നല്ല ഒരു എൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങളാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശുഭാപ്തി വിശ്വാസം എന്ന് പറയാം. എല്ലാ ചിന്തയിൽ, എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി കാണുക, ഒരു നന്മ കാണുക. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓപ്റ്റിമിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ജീവിതത്തിൽ നമുക്ക് പരാജയവും വിജയവും ഒക്കെ ഉണ്ടാവും, അല്ലെ? ആ പരാജയത്തെ എനിക്ക് തരുന്നത്, ഞാൻ നേരിട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് വിജയത്തിലേക്ക് എത്താനാണ്. ഈ ചലഞ്ചസ് ഞാൻ ഏറ്റെടുത്തെങ്കിലേ എനിക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റൂ എന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ ശുഭാപ്തി വിശ്വാസം കൊണ്ട് അർത്ഥാക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ ആളുകളുണ്ട് നന്നായിട്ട് ശുഭ വിശ്വാസം ഉള്ള ആളുകളെ, അല്ലെ? നല്ല വിശ്വാസം ഉള്ള, വെച്ചു പുലർത്തുന്ന ആളുകള്, എനിക്ക് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവർക്കാണ് ഈ ലോകം ഉള്ളത്, അല്ലെ? നമ്മുടെ ശുഭാപ്തി വിശ്വാസമുള്ള ആളുകള് എല്ലാ കാര്യത്തിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണും. ഈ ഒരു എന്തെങ്കിലും വിഘ്നം വരികയാണെങ്കിൽ അവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി കാണും. നമുക്കറിയാം, കൊറോണയുടെ സമയത്ത്, അല്ലെ? നമ്മളിൽ പലരും ആ ഒരു സമയത്ത് തളർന്നു പോയിട്ടുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ,
അല്ലെ? നമ്മൾ ആ ഒരു കൊറോണയെ മാത്രം, അതിഭീകരമായിട്ടുള്ള കൊറോണ ലോകത്തെ മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ആളുകള് ഇത് എഫക്റ്റ് ആവുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു. ആ ഒറ്റപ്പെടല് റൂമില് തടങ്കല് പോലെ, പ്രിയപ്പെട്ടവരാരും വരുന്നില്ല. അവര് അവിടെ ആയി കഴിയുന്നു. എന്നാൽ കഴിഞ്ഞു എന്നുള്ള ആ ഒരു വലിയൊരു തടസ്സാണ് നമ്മളിൽ പലരും കണ്ടത്. എന്നാല് ചില ആളുകളോ, അവര് അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. ഇപ്പൊ റഫീഖ് സാർ പറയാറുണ്ട്, ആ സമയത്താണ് ഓൺലൈനിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കിയത്. എന്നിട്ട് EFT ഓൺലൈനിലേക്ക് ആ ഒരു തലത്തിലേക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അല്ലെ? അതാണ് ശുഭാപ്തി വിശ്വാസത്തിന്റെ ആ ഒരു ആളുകൾ, ശുഭാപ്തി വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾ. അങ്ങനെയാണ്. അല്ലെ? നമ്മൾ പലരും ചെയ്തിട്ടുണ്ട്. പല ആളുകളും യൂട്യൂബ് എന്നുള്ള, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? ആ ഒരു സമയത്ത് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് വാഷ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പലതരത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മാസ്ക്, അതുപോലെ തന്നെയുള്ള മറ്റുള്ള ഡിവൈസസ് ഒക്കെ ഉപയോഗപ്പെടുത്തി ചിലരെന്ത് ചെയ്തു? അവരുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇതിനെ ഉപയോഗിച്ചു. ചിലരെന്ത് ചെയ്തു? വെറുതെ ഇനിയിപ്പോ എന്താന്നറിയില്ല, കിട്ടിയ സമയം എന്തെങ്കിലും ചെയ്തിട്ട് പോണ്ടേ, അതുകൊണ്ട് മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് അവരെന്ത് ചെയ്തു? യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടു. ചില ആളുകൾ അതിനെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇവരെ ആരുപയോഗിച്ചു? ഇനിയിപ്പോ എല്ലാം അവസാനിക്കാൻ പോവാണ്, ഇനിയിപ്പോ എന്താണ് എന്തെങ്കിലും ആയിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് സമയം കളയാം, എന്താണ് ഇത് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന്, അല്ലെങ്കിൽ ന്യൂസ് നോക്കാന്നൊക്കെ പറഞ്ഞ് അത് നോക്കിയിരുന്ന ആളുകള്, മറ്റുള്ളവരെന്ത് ചെയ്തു? ഇതിന്റെ ഓപ്പർച്യൂണിറ്റി മുതലാക്കിയ ആളുകൾ എന്ത് ചെയ്തു? അവര് ഇവരെ മുതലാക്കി. അല്ലെ? അതാണ് നമ്മുടെ ഓപ്റ്റിമിസ്റ്റുകൾ. എന്നാൽ പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ? പെസിമിസ്റ്റ് എന്താണ്? പറയൂ. ഓപ്റ്റിമിസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെസിമിസ്റ്റ്. പറയൂ എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. പെസിമിസ്റ്റ് ജസ്റ്റ് ഒരു ക്ലൂ തന്നു കഴിഞ്ഞു. അപ്പൊ ആരാണ് പെസിമിസ്റ്റ്? പറയൂ. ടൈപ്പ് ചെയ്യൂ. ഗഫൂർ സാർ, നജിമ മാം, നുസൈബ മാം, ബി ആക്റ്റീവ്. ഒന്ന് ആക്റ്റീവായി ഒന്ന് ടൈപ്പ് ചെയ്തേ. അമീറ മാം കുക്കിങ്ങിലാണ്, എന്നാലും നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ടോ? താങ്ക് യു അമീറ മാം. ടൈപ്പ് ചെയ്യൂ. എന്താണ് പെസിമിസ്റ്റ്? പറയൂ. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളെ ടീച്ചേഴ്സും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, ബിസിനസ്സുകാരും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജോലിക്കാരൊക്കെയാണ്. എന്നെക്കാളും നോളജ് ഒക്കെ ഉള്ള കുറെ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. ഓക്കെ, കിച്ചണിലാണ്. അശുഭ അശുഭ വിശ്വാസി, അത് തന്നെയാണ്. യെസ്, അതാണ് എനിക്ക് വേണ്ടത്. സീയിങ് നെഗറ്റീവ് ഇൻ ഓൾ. എല്ലാത്തിലും നെഗറ്റീവ് കാണുന്നവരാണ് ഇവര്. അതായത് നമ്മൾ പറഞ്ഞു, ശുഭാപ്തി വിശ്വാസക്കാർ എല്ലാത്തിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണും, അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കാണുമ്പം ഇവരെന്ത് ചെയ്യാ? എല്ലാത്തിലും ഒരു നെഗറ്റിവിറ്റി കാണും. അല്ലെ? ഇപ്പൊ ക്ലാസ്സിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, എന്തിനാണ് ഇപ്പം നമ്മൾ വിചാരിക്കാവോ, എനിക്ക് കിട്ടുന്ന നോളജ് ഇങ്ങോട്ട് പോരട്ടെ. ഇപ്പൊ കിച്ചണിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കണം, ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്ന നമ്മുടെ സുമിത്ര മാം ഒക്കെ കണ്ടില്ലേ? കിച്ചണിലായിട്ട് നിന്നിട്ട് പോലും ഇത് കേൾക്കുന്നുണ്ട്. ഗഫു സാറിന്റെ വൈഫ് ആണെങ്കിലും എല്ലാരും ഇങ്ങനെ, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ? കിച്ചണില് ഞാനിപ്പോ ഈ ക്ലാസ് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ? കിച്ചണിൽ ഇത് ഓണാക്കി വെച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ ക്ലാസ് കേൾക്കുക. എന്നാലും അതിങ്ങനെ നമുക്ക് കിട്ടുമ്പോ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകള് വേറൊരു ഇതിലേക്ക് പോയി പോകും. അപ്പോ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഈ നോളജ് നമുക്കറിയാത്ത എത്ര നമ്മള് എന്തൊക്കെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ആരുടെ ക്ലാസ്സിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. അതുമല്ല, നമുക്ക് നമ്മുടെ മൈൻഡിനെ രാവിലെ തന്നെ പോസിറ്റീവായിട്ട് നിർത്താൻ വേണ്ടിയിട്ടും നമ്മളുടെ രാവിലത്തെ മെഡിറ്റേഷൻ ആണെങ്കിലും ATC ആണെങ്കിലും ഒക്കെ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുകൾ കേൾക്കുന്ന, അത് ശുഭാപ്തി വിശ്വാസത്തിന്റെ ഇതാണ്. അതിൽ എനിക്ക് നല്ലത് കിട്ടാനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്. എന്നാല് പെസിമിസ്റ്റ് ആണെങ്കിൽ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? അതിലൊരു നെഗറ്റിവിറ്റി കാണും. ഇതൊക്കെ കണ്ടിട്ട് എന്ത് കിട്ടാനാണ് എന്നുള്ള തോട്ടില് പോകും. അല്ലെ? അതൊക്കെ കിച്ചണിൽ ഇരുന്നുകൊണ്ടാണ് ക്ലാസ് കേൾക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, ഇതുപോലെയുള്ള ആളുകള് പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു തടസ്സാണ് കാണുക. ഇതിപ്പം കൊറോണയുടെ സമയത്ത് ഇനിയിപ്പോ അതിന് പോയിട്ട് അതെന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നപ്പോ
ഈ വയസ്സാം കാലത്ത് പിന്നെ കുറെ ക്ലാസ് കേട്ടിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് അല്ലെ? അവിടെ ഒരു ബ്ലോക്കാണ് അവർക്ക് കാണാൻ പറ്റുക അല്ലെ? അതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും. അവരെയാണ് നമ്മൾ പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒപ്റ്റിമിസം എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് വന്നത് എന്ന് നിങ്ങൾക്കറിയോ? ഒപ്റ്റിമം എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഓപ്റ്റിമിസം എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. മികച്ചത് എന്നാണ് ട്ടോ. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ മികച്ചത് എന്നാണ്. അതാണ് പിന്നീട് ഒപ്റ്റിമിസം എന്നായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ. ശുഭകരമായ ചിന്തകളിലൂടെ വിജയം കൈവരിക്കുക എന്നൊരു മന്ത്രം ലോകത്തിലേക്ക് ആദ്യമായിട്ട് വന്നത് 1930 അതായത് നമ്മുടെ ജീവിതത്തിലെ ശുഭകരമായ കാര്യങ്ങളെ നല്ല ചിന്തകൾ കൊടുത്തിട്ട് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന ആശയം വന്നത് 1930 പറഞ്ഞത് കേട്ടോ. അപ്പോ നമ്മുടെ ചിന്തയെ നമുക്ക് പോസിറ്റീവ് ആക്കിക്കൊണ്ട്, നമുക്ക് മനഃപൂർവ്വം ചിന്തകളെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫിനെ കൂടുതൽ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. എവറിത്തിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ്, ജസ്റ്റ് ബി പേഷ്യന്റ്. എല്ലാം നന്നായി നടക്കും, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് അല്ലെ? നമ്മുടെ ജീവിതത്തില് ഒരടിത്തറ ഉണ്ടാവാന്, നമുക്ക് ധൈര്യം ഉണ്ടാവാന്, നല്ല പ്രോഗ്രസ് ഉണ്ടാവാനായിട്ട് ഓപ്റ്റിമിസം അത്യാവശ്യമാണ് എന്നാണ് നിക്കോളാസ് എം ബട്ട്ലർ പറയുന്നത്. അതായത് ഓപ്റ്റിമിസം ഈസ് എസെൻഷ്യൽ ടു അച്ചീവ് ആൻഡ് ഇറ്റ് ഓൾസോ ദ ഫൗണ്ടേഷൻ ഓഫ് കറേജ് ആൻഡ് ട്രൂ പ്രോഗ്രസ് എന്നാണ് നമ്മുടെ നിക്കോളാസ് എം ബട്ട്ലർ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഓപ്റ്റിമിസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെ? നമ്മളിപ്പം ഇപ്പൊ ഇവിടെയുള്ള ആളുകൾ, പല ആളുകളും ഉണ്ട് അല്ലെ നമ്മുടെ ഉള്ളില്. നമ്മളിപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു വന്നിരിക്കുന്നു, ചിലർ കുറെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്നു അല്ലെ? മുടിയൊക്കെ ഹെയർ ഒക്കെ കോംബ് ചെയ്ത് ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. പക്ഷേ മാം ചിരിക്കുന്ന ഗ്ലാസ് വെച്ചു മാം, അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചല്ല കേട്ടോ. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്, ഞാനാണെങ്കിലും അല്ലെ, ഇൻക്ലൂഡിങ് മീ അല്ലെ, നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ധരിച്ചു വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഉള്ളില് എന്താണ് ഉള്ളത് എന്ന്, ഞാൻ ആരാണ് എന്ന് എന്നെ അറിയുന്നത് ഞാൻ മാത്രമാണ്. അത്രയും ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും, എനിക്ക് നിങ്ങളെ കാണാൻ മാത്രമേ അറിയുള്ളൂ. ചിലപ്പോ നിങ്ങളുടെ ഉള്ളില് ചിലപ്പോ എന്തെങ്കിലും ഇതിന് മുമ്പ് പാസ്റ്റിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അറ്റ് പ്രസന്റ് നിങ്ങളിൽ എന്തോ ഒരു വിഷമം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകൾ അല്ലെ, ഫിസിക്കൽ പെയിൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെന്റൽ പെയിൻ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അല്ലെ? നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാവില്ല. പക്ഷെ എന്റെ മുന്നിൽ എനിക്കിരിക്കുന്ന നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത് അല്ലെ? ഓപ്റ്റിമിസം അല്ലെ? നിങ്ങളുടെ മുഖത്ത് ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ചില ആളുകളത് ഇങ്ങനെ ഒരു ഇല്ലേ, ഒരു ഇവിടെ എന്തൊക്കെയാ പറയുന്നത്, അവൻ പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഇരിക്കുന്നവരുണ്ടാവും അല്ലെ? അതായത് പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ. അവരെ കുറ്റം, ഞാൻ പെസിമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ കുറ്റം പറയുന്നില്ല കേട്ടോ. അത് അവരുടെ ആ ഒരു ലൈഫിൽ വന്നിട്ടുള്ള ആ ഒരു ഇത് കൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഓപ്റ്റിമിസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ട് ആണ് ഈ ഓപ്റ്റിമിസം ഇമ്പോർട്ടന്റ് ആവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്തിനൊക്കെ നിങ്ങളുടെ പോയിന്റ്സ് പറയും. നിങ്ങൾ പറയുന്നതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള പോയിന്റ്സുകൾ ആദ്യം പോരട്ടെ. പറയൂ, എന്താണ് ഓപ്റ്റിമിസം കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയാം? രാധാമാൻ ടൈപ്പ് ചെയ്യൂ, എന്താണ് നോക്കിയിരിക്കണത്?
വെരി ഗുഡ്. കോൺഫിഡൻസ് വർദ്ധിക്കും. എല്ലാവരുടെയും പോയിന്റ്സ് വരട്ടെ. ഐ ഡോണ്ട് നോ. നല്ല ചിന്തകൾ ഉണ്ടാവും. നമുക്ക് ചിന്തിച്ചാൽ കിട്ടും. സെൽഫ് എസ്റ്റീം ഉണ്ടാവും. വിജയിക്കും. നല്ല മനസ്സമാധാനം ഉണ്ടാകും. ഏതവസ്ഥയിലും മികവ് കാണാൻ കഴിയും. ഭയം മാറും. ഹാപ്പിനെസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാല് എന്തിനൊക്കെ പ്രയോജനപ്പെടും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തില് ഒരുപാട് സ്ട്രെസ്സുകൾ ഉള്ള ആളുകളാണ് നമ്മൾ, അല്ലെ? ഒരുപാട് സ്ട്രെസ്സുകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവും. എനിക്കിനി ഇത് കഴിഞ്ഞാൽ, ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പം ഫുഡ് കൊടുക്കണം, അതുപോലെ തന്നെ ജോലിക്ക് പോകണം, കുട്ടികളെ പറഞ്ഞേക്കണം, ഇങ്ങനെ ആ ഒരു സ്ട്രെസ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോവേണ്ട കാര്യത്തെ കുറിച്ച് ഇനി എന്താണ് അതിന് ചെയ്യുക, ഇതിനെന്താ ചെയ്യുക, അത് അങ്ങനെ സംഭവിച്ച പോലെ ഇങ്ങനെ സ്ട്രെസ് ഇതിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക? നമ്മളിലുള്ള ഒരുപാട് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കൂടുതൽ സ്ട്രെസ്, നമ്മുടെ മൈൻഡിന് സ്ട്രെസ് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്കും ആ സ്ട്രെസ് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഈ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ഒരു കാര്യത്തെക്കുറിച്ചും ഒരുപാട് വറീഡ് ആവില്ല. അവരെന്ത് ചെയ്യാ? വരുന്നത് വരട്ടെ, അതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതി അവര് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കും. കാര്യങ്ങളൊക്കെ ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, അല്ലേ? എല്ലാം ഒരേപോലെയാണ് സംഭവിക്കുന്നത്. എല്ലാം ഹാപ്പിയാണ്, എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണെങ്കിൽ അതിന് രസം ഉണ്ടാവുമോ? നമുക്ക് എന്നും ഒരേ ഫുഡാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ, ഒരേ ഫുഡാണ്, ഇപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണ്, പിസ്സ ഭയങ്കര ഇഷ്ടമാണ് നിൽക്കാം, അല്ലെ? നമുക്ക് പലർക്കും ഇഷ്ടമാണ് പിസ്സ, അല്ലെങ്കിൽ നല്ല ബിരിയാണി, നമ്മുടെ നല്ല ദം ബിരിയാണി ഒക്കെ, അല്ലെ? തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് ഇഷ്ടമാണ് നിൽക്കാം. അത് നമുക്ക് എല്ലാ നേരവും തന്നു കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവുമോ? ഇല്ലേ? പിന്നെ അത് ഇഷ്ടപ്പെടുവോ? ഇല്ലേ? ബിരിയാണി ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു നേരം കഴിച്ചാൽ കൊള്ളാം. പിന്നെ രണ്ടാമത്തെ ഒരു നേരം കഴിക്കുമ്പോൾ അത് ഫുഡ് തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടൂല, അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫില് എന്ത് കാര്യവും വീണ്ടും വീണ്ടും അതുപോലെ നല്ലത് അതേപോലെ സംഭവിക്കുകയാണെങ്കിൽ അതിനൊരു സുഖമില്ല. അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വേണം. അപ്പോഴാണ് ചലഞ്ചിങ് ആവുക, അത് ലൈഫിൽ ഒരു ത്രില്ല് ഉണ്ടാവുക. അപ്പോ ഓപ്റ്റിമിസം ഉള്ള ആളുകൾ എന്താണ് ഉണ്ടാവുക? അവരിൽ സ്ട്രെസ് കുറവായിരിക്കും. കാരണം ഇതാണ്. അല്ലാത്തവര് പെസിമിസ്റ്റിക് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അയ്യോ, ഇനി അത് ചെയ്യണല്ലോ, ഇത് ചെയ്യണല്ലോ, എനിക്ക് ഇപ്പം കുട്ടികളുടെ ഫീ അടയ്ക്കണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇത് വേണല്ലോ, അത് വേണല്ലോ എന്നുള്ള ആ ഒരു തോട്ടിൽ ഇങ്ങനെ നിന്ന് സ്ട്രഗിൾ ചെയ്യും. അതെ, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഈ ഒപ്റ്റിമിസ്റ്റുകൾ പോകുന്നുള്ളതാണ്. അപ്പൊ അവരുടെ സ്ട്രെസ് അവർക്ക് കുറവായിരിക്കും. അവര് വളരെ കൂളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാല് ഈ പെസിമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവര് ഹെൽത്തി ആയിരിക്കും. ഓപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ നോക്കൂ, അവരിങ്ങനെ ഉറക്കം തൂങ്ങി, അല്ലെങ്കിൽ ഒരുമാതിരി അയ്യോ എന്താ, ഇങ്ങനെ ഈ ഒരു എക്സിസ്റ്റൻസിനെ തന്നെ, ഈ ഒരു നിലനിൽപ്പിനെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്ന പോലെ, അയ്യോ ഞാൻ ജനിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ അവരിരിക്കുക. എന്നാലും ഓപ്റ്റിമിസ്റ്റുകള് നമ്മൾ പല ആളുകളെയും കാണാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും, അസുഖങ്ങൾ അവർക്കുണ്ടാവും. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ മറ്റുള്ള പല അസുഖങ്ങളും ഉണ്ടായിട്ടും വളരെ ധീരതയോടെ, വളരെ സ്മൈലി ആയിട്ട് മറ്റുള്ളവർക്ക് പുഞ്ചിരി നടക്കുന്ന, മറ്റുള്ളവരിലേക്ക് ഒരു വെളിച്ചമായിട്ട് മാറുന്ന കുറെ ആളുകൾ നമ്മൾ കാണാറുണ്ട്, അല്ലെ? അവര് ഓപ്റ്റിമിസ്റ്റിക് ആണ്, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ നടക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ മൈൻഡിൽ നമ്മൾ ഈ പോസിറ്റീവ് തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യും, അല്ലെ? അപ്പൊ നമുക്ക് ഹെൽത്തി ആവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ ഇങ്ങനെ ഈ നെഗറ്റീവ് തോട്ട് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിലുള്ള ഓരോ സെൽസും അതില് ടോക്സിൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിലേക്ക് ഈ അസുഖങ്ങൾ വരുന്നത്. ഒന്നും വേണ്ട, ഇപ്പൊ ഞാൻ നിങ്ങളെ നോക്കിയിട്ട്, ഒരാളെ നോക്കിയിട്ട് നന്നായിട്ട് ഒരാളങ്ങ് വഴക്ക് പറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു, അവിടെ നമുക്ക് ആ തോട്ട് വന്നു കഴിഞ്ഞാൽ, അയ്യോ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, രാവിലെ തന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. നമ്മൾ ശരിക്കും നമ്മളൊന്ന് ഡള്ളാവും. ഇപ്പൊ നിങ്ങൾ ഒരാൾ എന്നെ പറയുകയാണെങ്കിൽ, അല്ലെ, ചിലപ്പം ചില മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ, അല്ലെ, ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരാള് മരിച്ചു എന്ന് വെക്കാം, നമുക്ക് ഈ എനർജിയോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കോ?
പക്ഷെ EFT കഴിഞ്ഞ ആളുകൾക്ക് ആ ഒരു ഡിറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് കുറെയൊക്കെ അവർക്ക് ബെറ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ എനർജിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എനർജിയിൽ ഒരു വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ച ആ ഒരു കാര്യം നമ്മുടെ ഫിസിക്കലി ഒരാളുടെ ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇത് നമ്മുടെ തോട്ടിലേക്ക് വന്ന് നമ്മുടെ ബോഡി ആകെ തളർന്നിട്ട് അവിടെ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയും അല്ലെ. ഇവിടെ ഇമ്മ്യൂണിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മുടെ തോട്ട് കൊടുക്കുന്നതോടുകൂടി ചിന്ത കൊടുക്കുന്നതോടുകൂടി നമ്മളിൽ നല്ല ആരോഗ്യം വർദ്ധിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവര് ഒരുപാട് നാള് ജീവിച്ചിരിക്കുന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഒരു സൊസൈറ്റിയിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാള് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കാം. അത് പറ്റൂല, ഇത് പറ്റൂല, അവരെ കണ്ടോ, ഇത് കണ്ടോ, ഇപ്പം നീ അതിന് പോകുന്നത് എന്തിനാണ്, അത് നിനക്ക് ശരിയാവൂല, റെഡി ആവൂല എന്നൊക്കെ പറഞ്ഞ ഒരു തടസ്സം വെച്ച് നടക്കുന്ന ആളുകള്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെയൊക്കെ ഒരു എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന ഒരു ആളാണ് നമ്മളെങ്കിൽ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മച്ചിയുടെ കഥ അല്ലെ. ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയുടെ ഒരു ഓലമേഞ്ഞ വീട്ടിലാണ് അമ്മച്ചി താമസിക്കുന്നത്. അപ്പോ കുറെ ആളുകള് അവിടുത്തെ യുവാക്കൾ എന്ത് ചെയ്തു, ഈ അമ്മച്ചി ഇങ്ങനെ എന്താണ് എപ്പോഴും നെഗറ്റീവ് അടിക്കണ അമ്മച്ചിയാണ്. അപ്പോ ഈ അമ്മച്ചിയെ കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം എന്ത് പറഞ്ഞാലും ഇല്ല 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 എന്ന് പറയുന്ന അമ്മച്ചിയാ. ഇല്ലാ പാട്ട് പാടുന്ന അമ്മച്ചിയാ. അപ്പൊ ഈ അമ്മച്ചിയെ കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് പറയിപ്പിക്കണം. അപ്പൊ നല്ല മഴയുള്ള ഒരു ദിവസം ഇവര് അമ്മച്ചിയുടെ വീട്ടിൽ പോവാണ്. ഈ യുവാക്കള് എന്ത് ചോദിച്ചു, അമ്മച്ചിയുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിച്ചു. അപ്പം അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചു, അമ്മച്ചി ഇവിടെ തോർച്ചയുണ്ടോ അമ്മച്ചി എന്ന് ചോദിച്ചു. അതായത് വെള്ളം ഉള്ളിലോട്ട് വീഴുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ കാണുന്നുണ്ട് ഓലയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം വീഴുന്നത്. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഇവിടെ ചോർച്ചയല്ലാതെ ഒന്നും ഇല്ല മക്കളെന്ന്. അതുപോലെയാണ് നമ്മുടെ പെസിമിസ്റ്റുകൾ അല്ലെ. അപ്പൊ ആ നെഗറ്റിവിറ്റി എല്ലാത്തിലും കാണും. അപ്പൊ അവർക്ക് അവരുടെ ആരോഗ്യത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോളൂ, എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആളുകൾ, ഇതുപോലെ അവലാദികൾ പറഞ്ഞു നടക്കുന്ന ആളുകൾ, അവർക്ക് എപ്പോഴും അസുഖമായിരിക്കും, ക്ഷീണായിരിക്കും അല്ലെ. അപ്പൊ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എപ്പോഴും നല്ലത് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. നല്ല കാര്യം അവർക്ക് മുന്നിലേക്ക് അവർ കാണുന്നത് കൊണ്ട് തന്നെ ആ ഒരു ദീർഘവീക്ഷണം അവർക്കുണ്ടാവും. എന്നിലേക്ക് വരുന്നതെല്ലാം നല്ലതാണ് എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ് അല്ലെ. അവർ ഹാപ്പി ആവുമ്പോൾ അവരെ മൈൻഡ് ഹാപ്പി ആവുമ്പോൾ ശരീരം അതുപോലെ ഹെൽത്തി ആവും. കാരണം ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോൺസ് ആയിരിക്കും അല്ലെ. ഡോസ് എന്ന് നമ്മൾ പറയും, ഡോപ്പമിന്, ഓക്സിറ്റോസിന്, സെറോട്ടോണിൻ ആൻഡ് എൻഡോഫിൻ. ഇതുപോലെയുള്ള ഡോപ്പമിനൊക്കെയാണ് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുക. കാരണം ഇവര് ഓപ്റ്റിമിസ്റ്റുകൾ എന്ത് ചെയ്യും, ആളുകളുടെ കൂടെ മിങ്കിൾ ചെയ്യും, മറ്റുള്ളവരോട് അസോസിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും, ഇവർക്ക് മറ്റുള്ള സെറോട്ടോണിൻ ഒക്കെ പോലെയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. നല്ല ഹാപ്പി ഹോർമോൺസ് ഡോപ്പമിൻ ആണെങ്കിൽ എല്ലാ ഹാപ്പി ഹോർമോൺസ് ഇവരിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാല് പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളിൽ എന്താ, അവരെപ്പോഴും നെഗറ്റിവിറ്റിയെ കാണും. അങ്ങനെ ചുരുങ്ങി അവരിലേക്ക് ചുരുങ്ങി ഇങ്ങനെ എന്നെ ഒന്നിനും കൊള്ളൂല, എനിക്ക് അതിന് കഴിയില്ല, അതിന് കഴിയില്ല എല്ലാം, അല്ലെങ്കിൽ ഞാൻ അതിന് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള തോട്ടോട് കൂടിയിട്ട് പോകുന്ന ആളുകളായിരിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക, അവര് അതിൽ നിന്ന് താഴോട്ട് പോവുകയാണ് ചെയ്യുക അല്ലെ. അവർക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ഉള്ള ഗ്രോത്ത് തന്നെ മുരടിച്ചു പോവുകയാണ് ചെയ്യുക. പിന്നെ അവിടെ ഒരു സ്റ്റോറി പറയാനുള്ളത് നമ്മുടെ ഒരു സീഡിന്റെ 2 സീഡിന്റെ സ്റ്റോറി. 2 സീഡ് ഒരാൾ എന്ത് ചെയ്തു, നല്ല ഒരേപോലെ 2 വിത്തുകൾ എടുത്തു, 2 സ്ഥലങ്ങളിലായിട്ട്, മീൻസ് അടുത്തടുത്ത് കുഴിച്ചിട്ടു, വെള്ളവും വെളിച്ചവും വളവും ഒക്കെ ഒരേപോലെ നൽകി. അതില് ഒരു വിത്ത് എന്താ വിചാരിച്ചു, എനിക്ക് മുളച്ചു പൊങ്ങി, സന്തോഷത്തോടു കൂടി മുളച്ചു പൊങ്ങിയിട്ട് എനിക്ക് വലുതായിട്ട് ഒരുപാട് ആളുകൾക്ക് എന്റെ ഫ്രൂട്ട് തിന്നാൻ കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോ ഇത് വളരെ എളുപ്പം. അതുപോലെ തന്നെ ഇത് വിത്ത് മുള പൊട്ടി വേരാഴ്ന്നിറങ്ങി മുകളിലേക്ക് പൊങ്ങി തളിരിലകൾ ഉണ്ടായി, പിന്നെ തണ്ടുണ്ടായി, വലിയ തണ്ടായി, മരമായി, വലിയ ഇലകളും കായ്കളും പൂക്കളും ഒക്കെ നിറഞ്ഞ് ആളുകൾ ഇതുപോലെ ഇതിന് ചുറ്റും വന്ന് ഇതിന്റെ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങി. എന്നാല് അപ്പോഴും നമ്മുടെ ഈ മറ്റേ സീഡ് എന്ത് ചെയ്തു, മുളച്ചില്ല. കാരണം എന്താണ്, മുളച്ചു കഴിഞ്ഞാല് എന്റെ ഈ ഒരു സീഡിന്റെ ഉള്ളിൽ നിന്ന് എന്റെ മൃദുവായിട്ടുള്ള ഈ വേരുകൾ ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പം അത് കല്ലിലോ പാറക്കഷ്ണത്തിലോ ഒക്കെ തട്ടിയിട്ട് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ച്
അതുപോലെ തന്നെ ഞാൻ മുകളിലേക്ക് പൊങ്ങി പോകുമ്പോ എന്റെ ആ കൂമ്പ് ആ ഉണ്ടായി വരുന്ന ആ ഒരു മൃദുലമേനിയെ ആരെങ്കിലും കൊത്തി തിന്നാലോ, മീൻസ് ഏതെങ്കിലും പക്ഷികളോ ഒക്കെ കൊത്തി തിന്നാലോ എന്ന് വിചാരിച്ച് അത് മുളയ്ക്കാതെ അവിടെ സേഫ് ആയിട്ട് അടിയിലിരുന്നു. അപ്പോഴേ ഇതിങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് സേഫ് ആയിട്ട്. ഒരു ദിവസം എന്ത് സംഭവിച്ചു? കുറച്ച് കോഴികൾ വന്നതില്. ആ കോഴികൾ വന്ന് നന്നായിട്ട് ചിക്കിച്ചികഞ്ഞ് ആ വിത്തിനെ കൊത്തി തിന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെയാണ് നമ്മുടെ പെസിമിസ്റ്റിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത്. എന്നാൽ ഓപ്റ്റിമിസ്റ്റുകളാണെങ്കിൽ ഈ ഒരു എല്ലാം തരണം ചെയ്ത് പുഷ്പിച്ച് കായ്ച്ച് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഓപ്റ്റിമിസത്തില് എന്ത് ചെയ്യും? നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും, അല്ലെ? ഇപ്പോ പെസിമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യും? അവര് ഇങ്ങനെ അയ്യോ എന്നും പറഞ്ഞ എനിക്ക് വയ്യ, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോ ഇങ്ങനെ അല്ലെ, അവർക്ക് ആ ഒരു ഹാപ്പിനെസ് വരില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അവര് മാറി ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഉൾവലിഞ്ഞായിരിക്കും നടക്കുക. എനിക്കൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല, അത് പറ്റൂല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ സ്വയം എന്ത് ചെയ്യും? നീറിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ എല്ലാത്തിലും നെഗറ്റീവ്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യാം? അവരെന്തുപോലെ ആയിരിക്കും? ഒരു ഉപകാരം ഇല്ലാത്ത അല്ലെ, ഒന്ന് എന്താ പറയാ, മണോ ഇല്ല ഗുണോ ഇല്ല എന്ന് നമ്മൾ പറയും അല്ലെ, അതുപോലെയുള്ള ആളുകളായി മാറും. അല്ലെങ്കിൽ ഇവര് ഈ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷാണ് ഉണ്ടാവുക. എന്നാല് ഓപ്റ്റിമിസ്റ്റുകൾ എന്ത് ചെയ്യാ? അവരിങ്ങനെ പടർന്ന് പന്തലിച്ച് നല്ല എന്താ ചെയ്യാ, ഈ പൂക്കളെ ആകർഷിക്കുന്ന സോറി ബട്ടർഫ്ലൈസിനെ, പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന പൂക്കളായിട്ടും. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ ചുറ്റും ഇങ്ങനെ പൂമ്പാറ്റകൾ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെയാണ് ഇവർക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. നമ്മുടെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ശുഭാപ്തി വിശ്വാസികളായിട്ടുള്ള ആളുകളിലേക്ക് കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ചില ആളുകളോട് കൂട്ടുകൂടാന്, സംസാരിക്കാന്, അവരുടെ വീട്ടിലേക്ക് പോവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? എന്നാല് ചില ആളുകളുടെ അടുത്തേക്ക് നമ്മൾ എത്ര ക്ലോസ് ആണ്, മീൻസ് ക്ലോസ് റിലേഷൻ ആണെങ്കിലും, നമ്മുടെ ഓഫീസിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, ബന്ധുക്കളൊക്കെ ആണെങ്കിലും ഒന്നും നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് തോന്നൂല ചില ആളുകളുടെ അടുത്തേക്ക്. കാരണം അവർക്ക് എനി ടൈം കംപ്ലൈന്റ്സ് ആണ് എല്ലാത്തിലും. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അതിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന ആളുകളായിരിക്കും. ഞാൻ ഇവരെ കുറ്റം പറയല്ല, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെ, അവരങ്ങനെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. എന്നാല് എല്ലാ ആളുകളും ഇവരടക്കം, ഈ പെസിമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അടക്കം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആരുടെ അടുത്ത് കൂടാനാണ് ഇഷ്ടപ്പെടുക? ഓപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള, എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ട് പോസിറ്റീവായി അത് സാരമില്ലടാ, അതൊക്കെ റെഡി ആകും എന്ന് പറയുന്ന ആളുകളുടെ അടുത്താണ് അല്ലെ. ഇപ്പൊ നമ്മൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ ചില ആളുകളുടെ അടുത്ത് നമുക്ക് സംസാരിച്ചാലും വല്ലാത്ത ആശ്വാസം കിട്ടൂലേ? അപ്പൊ അവര് പറയെന്താ? അതൊന്നും സാരമില്ല, ഒക്കെ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ വരും അല്ലെ, അതൊക്കെ റെഡിയാവും എന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്തായിരിക്കും നമുക്ക് പോകാൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ട് അവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നല്ലൊരു എന്താ പറയാ, കണക്ഷൻ ഉണ്ടാവും. ഒരുപാട് സറൗണ്ടിങ്സ് ആയിട്ട് അവരുടെ കൂടെ നല്ല ആളുകൾ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവർക്ക് ഈ ഓപ്റ്റിമിസ്റ്റുകൾക്ക് അവർ ചെയ്യുന്ന ജോലി അവർ വളരെ ആസ്വദിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നമ്മുടെ ആളുകളെ കുറ്റപ്പെടുത്തല്ല, നമ്മൾ ഇപ്പം കുറെയൊക്കെ മാറി വരുന്നുണ്ട് അല്ലെ. നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ ഒന്നും കൂടി ആസ്വദിച്ച് ചെയ്യുന്ന ആ ഒരു രീതി വന്നിട്ടുണ്ട് ജോലിയിലൊക്കെ. എന്നാൽ കുറെ കാലൊക്കെ മുമ്പിൽ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത് അല്ലെ. നമുക്കറിയാം, നമ്മൾ ഒരു ഫോട്ടോ, നമ്മുടെ പഴയ കാല ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ മതി അല്ലെ. നമ്മുടെ കല്യാണ ഫോട്ടോസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിന്ന ഫോട്ടോസ് അല്ലെ, സ്റ്റഡിയിലേക്ക് വടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ ഫോട്ടോ ഒക്കെ നോക്കിയാൽ ഇപ്പൊ ചിരി വരും. ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചിട്ടല്ലേ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇപ്പോഴെല്ലാരും സെൽഫി, ഇപ്പം ഒന്നും വേണ്ട, ഇപ്പൊ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കണ ഒരാളെ മുന്നിലേക്ക് ഇതിങ്ങനെ പിടിച്ച അപ്പൊ അവിടെ ചിരിക്കും അല്ലെ. അല്ല, അവരുടെ ആ ഒരു കാരണം അവരുടെ ഫോട്ടോ നന്നായിട്ട് വരണമെന്ന് അവർക്ക് ഇതുണ്ട് അല്ലെ. നമ്മളൊക്കെ ഇപ്പം ഞാനിപ്പോ എന്തെങ്കിലും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമോഷണലി ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പിടിച്ച ആരെങ്കിലും ആ ഒരു സെൽഫി എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ചിരിക്കും അല്ലെ. നമ്മളെ ഏറ്റവും നല്ലൊരു രൂപം അതിൽ വരണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോ അതുപോലെ നമ്മുടെ വർക്കിൽ എൻജോയ് ചെയ്തുകൊണ്ടാണ് ആര് ചെയ്യുക? ഓപ്റ്റിമിസ്റ്റുകൾ ചെയ്യുക. അപ്പൊ ഞാൻ അതിനൊരു
കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ പീപ്പിൾ, അതായത് എനിക്കൊരിക്കലും ഈ കൺട്രി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളക്കാർ അങ്ങനെയെന്ന് അങ്ങനെ പറയണ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തല്ല. ഇങ്ങനെ ഇപ്പൊ നമ്മള് വളർന്നു വന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സാഹചര്യം ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ആയി പോയതാണ്. ഇപ്പൊ നമ്മൾ ഗൾഫിലൊക്കെ ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. കാരണം നമുക്ക് കുറച്ചൊക്കെ മുമ്പത്തെ കാര്യമായിട്ട് പറയാം. ഇപ്പൊ കുട്ടികളൊക്കെ നല്ല ജോലിയായിട്ട് നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ആയിരിക്കും കുറെ പേരെങ്കിലും ഇരിക്കുന്നത്. പക്ഷേ ഇതിന്റെ മുമ്പൊക്കെ നമ്മുടെ സീനിയേഴ്സിന്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ബോസിന്റെ ഒക്കെ മുമ്പിലൊക്കെ വളരെയധികം എന്താ പറയാ ഭവ്യതയാണ് കാണിക്കുന്നത്. പക്ഷെ അത് വല്ലാത്തൊരു സ്ട്രഗിൾ ആണ് ഉള്ളില്. അവരെ ഒരു ഭയഭക്തിയോട് കൂടിയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ആ വർക്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ എബ്രോഡ് പോയാലും ആ ഒരു രീതിയിലാണ് നിൽക്കുക, പെരുമാറുക. പക്ഷെ മറ്റുള്ളവർ വിചാരിക്കുക എന്താണ്, നമ്മുടെ സ്വഭാവത്തില് അവർ അങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ കാണുക. കാരണം ഒരു പ്ലസന്റ് അല്ലല്ലോ. അപ്പൊ നമ്മൾ അവരോടുള്ള സ്നേഹവും ബഹുമാനവും കാരണം ഇങ്ങനെ പെരുമാറുമ്പോൾ അവര് വിചാരിക്കുന്ന ഇവരെന്താണ് ഈ പീപ്പിൾ, ഇന്ത്യൻ പീപ്പിൾ എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ കേരളക്കാരെന്താണ് ഇങ്ങനെയാണെന്നാണ് വിചാരിക്കുക. എന്നാലും നേരെ മറിച്ച് ഈ ഫിലിപ്പിനോസ് ഒക്കെ ഉണ്ടല്ലോ, ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. അവര് എപ്പോഴും ചിരിയാണ്, വർക്കിന്റെ ഇടയിലും ചിരി. അവർ ആസ്വദിച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ ആളുകളൊക്കെ വർക്ക് ചെയ്യുക വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകളും ചെയ്യുക. അവരവരുടെ ബോഡി, നമുക്ക് ഇപ്പോഴാണ് സെൽഫ് ലവിനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലായത്. അവര് വളരെ നന്നായിട്ട്, ഏറ്റവും നന്നായിട്ട്, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് അവർ ഉപയോഗിക്കുക. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അവർ ഉപയോഗിക്കുക. ഭയങ്കരമായിട്ടും സെൽഫ് ലവ്. അവരുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ അവരൊക്കെ പറയാറുണ്ട്, വെക്കേഷന് പോയി കഴിഞ്ഞാല്, അങ്ങനെ നമ്മൾ ആവണം എന്നല്ല കേട്ടോ, വെക്കേഷന് പോയി കഴിഞ്ഞാല് 1 മന്ത് അല്ലെങ്കിൽ 45 ഡേയ്സ് ആണ് അവർക്ക് കിട്ടുന്നത് എങ്കിൽ 20 ഡേയ്സും അവർ ഫ്രണ്ട്സും അവരുടെ കാര്യങ്ങളുമായിട്ട് ചുറ്റി തിരിഞ്ഞിട്ട് അതിനായിട്ട് യൂസ് ചെയ്യും. എന്നാൽ ഓൺലി ബാക്കിയുള്ള ദിവസങ്ങളിലാണ് അല്ലെങ്കിൽ ഒരു 15 ഡേയ്സ്, 30 ഡേയ്സ് ആണെങ്കിൽ 15 ഡേയ്സ് എന്ന പോലെ അവരുടെ കാര്യങ്ങൾക്കും 15 ഡേയ്സ് മാത്രമാണ് ഫാമിലിയുടെ കൂടെയൊക്കെ നിൽക്കുക എന്നാണ് അവർ പറയുക. അപ്പൊ അവരവരുടെ ജീവിതം ഭയങ്കരമായിട്ട് ആസ്വദിക്കുക. അതേപോലെ തന്നെ വർക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് മാത്രമാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഹോസ്റ്റലിൽ എത്തിയാൽ അല്ലെങ്കിൽ അവരുടെ ഫ്ലാറ്റിൽ എത്തിക്കഴിഞ്ഞാല് അവർ നല്ല അടിപൊളിയായിട്ട് പിന്നെ കുക്ക് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, പുറത്തു പോകുന്നു. അങ്ങനെയുള്ളൊരു ലൈഫാണ്, ആഷ്പുഷ് ലൈഫാണ് അവരുടെ. അപ്പോ നമ്മുടെ ഓപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാല് അവരുടെ ജോലിയെ അവർ എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ അയ്യോ ഈ ജോലി ചെയ്യണല്ലോ, അപ്പൊ ഈ കുക്ക് ചെയ്യണല്ലോ, അയ്യോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണല്ലോ എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ അയ്യോ ഇതൊക്കെ നിന്റെ തലയിലാണല്ലോ കിടക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ എഴുന്നേൽക്കുക അല്ലെ, നമ്മൾ കുറെ പേരൊക്കെ. അപ്പോ അത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്കത് ഭാരമില്ലാതെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ അല്ലേ, നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു കാര്യം കഷ്ടപ്പെട്ടല്ല ചെയ്യേണ്ടത്, ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഓപ്റ്റിമിസ്റ്റുകൾ കാര്യങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാം. അതുപോലെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യും, ദേ ഗെറ്റ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓഫേഴ്സും കിട്ടുന്നു. അതായത് ഇപ്പൊ കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് ഇതൊക്കെ ഒരു ഓഫീസിൽ, അവരെന്ത് ചെയ്യും, അവരൊരു പാറ്റേണിൽ ഇങ്ങനെ പോവാണ്, അവരവരുടെ നോളജ് ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ പക്ഷെ ഇവരുടെ വർക്ക് കണ്ടാൽ തന്നെ ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും, പ്രൊമോഷൻസ് വരും. അപ്പോ ഇവര് വിചാരിക്കും അയ്യോ ഞാനാണല്ലോ ഫ്രണ്ട് ആദ്യം വന്നത്, എന്നിട്ട് എന്തുകൊണ്ട് ഇവരെ മുകളിലേക്കാക്കി, അല്ലെങ്കിൽ ഞാനും അവനും ഒരേ സമയത്ത് വന്നതാണല്ലോ, എന്നിട്ട് എന്താണ് ഇവർക്ക് മാത്രം ചാൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ വർക്ക് അതുപോലെ തന്നെ അവരുടെ ആ പെർഫോമൻസ് കാരണം ഇവർക്ക് എന്ത് ചെയ്യുന്നു, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. ഓക്കെ, അപ്പോ നമ്മൾ ഓപ്റ്റിമിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാല് ദേ അഡാപ്റ്റ് ബെറ്റർ എന്നാണ് പറയുന്നത്. അതായത് ഇവരെ എവിടെ കൊണ്ടിട്ടാലും ഇവര് നന്നായിട്ട് ജീവിച്ചു പോയിക്കോളും. ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ പെസിമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അവിടെ പോയാല് അയ്യോ അവിടുത്തെ ഫുഡ് എനിക്ക് പിടിക്കൂല, ക്ലൈമറ്റ് പിടിക്കൂല, അവിടുത്തെ ആളുകൾ ശരിയല്ല, എനിക്ക് അവിടുത്തെ ലാംഗ്വേജ് ശരിയാവില്ല. ഇന്നത്തെ സിറ്റുവേഷനിൽ അത് കുറെ മാറിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ കുട്ടികളൊക്കെ
ചില ആളുകള് പഠിക്കാൻ പോകുമ്പോ അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, അയ്യോ കർണാടകയിൽ പോയാൽ അവിടുത്തെ കറി പിടിക്കണില്ല, അവിടുത്തെ കറിയിൽ മല്ലിച്ചപ്പിന്റെയും പുതിന അതിനൊക്കെ സ്മെല്ല് വരുന്നോണ്ട് തന്നെ എനിക്ക് പറ്റണില്ല, എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന അതേ ഫുഡേ പറ്റുള്ളൂ, സാമ്പാറും ചോറും മോരും തൈരും ഒക്കെ വേണം എനിക്ക് എന്ന് പറയുന്ന കുട്ടികളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പലരും. അവിടെ പോയാൽ എനിക്ക് ഫുഡ് റെഡി ആവുന്നില്ല. അതേപോലെ തന്നെ അവിടുത്തെ പറ്റുന്നില്ല, ക്ലൈമറ്റ് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്റെ റൂംമേറ്റിന് പറ്റുന്നില്ല. ഇതുപോലെ കംപ്ലൈന്റ് ചെയ്തിട്ട് ഓടി വരുന്ന മക്കളൊക്കെ ഉണ്ട്. എല്ലാവരും ജോലിയിലാണെങ്കിൽ ഇപ്പൊ ഗൾഫിലൊക്കെ പോയാലും അല്ലെങ്കിൽ വേറെ എന്ത് ജോലി ചെയ്താലും അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ഓക്കെ. എന്നാല് ചില ആളുകളെ എന്ത് ചെയ്യും? പൂച്ച എങ്ങനെ മേൽപോട്ട് നിന്ന് എറിഞ്ഞു വീണാലും 4 കാല് കുത്തിയേ വീഴൂ എന്ന് പറഞ്ഞ പോലത്തെ എവിടെ ചെന്നാലും അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അവിടെ ഉണ്ടാക്കും. ഇപ്പൊ ഫുഡിന്റെ കാര്യമാണെങ്കിൽ അവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ആസ്വദിക്കും. അല്ലെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഫുഡ് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ നോക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് അവരതിൽ പോസിറ്റിവിറ്റി കണ്ടുകൊണ്ട് അവര് അത് റെഡിയാക്കും എന്നുള്ളതാണ്. അല്ലേ? അപ്പൊ അതൊക്കെയാണ് ഓപ്റ്റിമിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അവർക്ക് എവിടെ പോയാലും എവിടെ എന്തൊക്കെ ആയിരുന്നാലും ആ ഒരു കാര്യത്തില് പോസിറ്റീവ്നെസ് കണ്ടുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അല്ലേ? അപ്പൊ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിന് നമുക്ക് എങ്ങനെ ഈ ഓപ്റ്റിമിസം പ്രാക്ടീസ് ചെയ്യാം എന്നറിയണ്ടേ? അറിയണോ? ഉറങ്ങിയോ എല്ലാരും? എല്ലാം ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ അലർട്ടാണെന്ന് എനിക്കറിയാം കേട്ടോ. നിങ്ങൾ കുറെ പേരൊക്കെ നോട്ടൊക്കെ എഴുതുന്നുണ്ട്. സന്തോഷം. ഉറങ്ങിയിട്ടില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഓപ്റ്റിമിസ്റ്റിക് ആവാന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അറിയണം. ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് എങ്ങനെ നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാറാം? കാരണം നമുക്കൊക്കെ തോന്നാറുണ്ട്, അയ്യോ ഇതങ്ങനെയാണല്ലോ, ഇതിങ്ങനെയാണല്ലോ. അതിന് തടസ്സങ്ങളിലെ എന്തൊരു കാര്യം എടുക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിന് എന്താണ് റിസ്ക് എടുക്കാനായിട്ട് ഇഷ്ടല്ല. കാരണം അത് ഇത്ര കംഫർട്ട് ഉള്ള കാര്യമല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? എല്ലാത്തിനും ഒരു ഫുൾ ബാക്ക് ഉണ്ടാവും. അല്ലെ? ഒരു പിറകോട്ട് വലി ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് ഈ ഓപ്റ്റിമിസം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഓപ്റ്റിമിസം പ്രാക്ടീസ് ചെയ്യുക എന്ന് നോക്കാം. നമ്മള് ആദ്യം എന്ത് ചെയ്യാം? നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നാ പറയും. പക്ഷേ നമുക്ക് നെഗറ്റീവ് തോട്ടിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ടിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റൂല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവ് തോട്ടിന് നമുക്ക് പാടെ ഇപ്പൊ ഞാൻ ഇന്നിപ്പോ എന്റെ നെഗറ്റീവ് തോട്ടിനെ ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഞാൻ നെഗറ്റീവ് ആയതൊന്നും ചിന്തിക്കൂല എന്ന് പറഞ്ഞ ഒഴിവാക്കാൻ പറ്റുമോ? അതിന്റെ പകരം നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പൊ ഒരു സംഭവം ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു ഗ്ലാസ്, അവിടെ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒന്നും കണ്ടിട്ടില്ലെങ്കിലും അവിടെ എന്തുണ്ട്? അവിടെ ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു ഗ്ലാസ് ഉണ്ട് നിക്ക, ഒരു ഒഴിഞ്ഞ ഗ്ലാസ്. അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഒന്ന് ടൈപ്പ് ചെയ്യൂ. സയൻസ് ഒക്കെ പഠിച്ച ആളുകളാണ്. യെസ്, കൺഗ്രാജുലേഷൻ. എയർ ഉണ്ട് അല്ലെ? എന്നാലും നമ്മൾ അതിനകത്ത് ഒരു വെള്ളം നിറച്ചു നിൽക്കാം. അപ്പൊ ആ എയർ പോയി ഇല്ലേ? അതേപോലെയാണ് നമ്മുടെ ചിന്തകളില് അവിടെ എന്തുണ്ടാവും? നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ നെഗറ്റീവ് ചിന്ത വരുമ്പം അതിനെ നമുക്ക് പോന്ന് പറഞ്ഞാൽ പോകാൻ പറ്റൂല. എയറിനെ ഇപ്പൊ നമ്മൾ പോന്ന് പറഞ്ഞാൽ പോവോ? ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. അവിടെ എന്തെങ്കിലും ഇട്ട് നിറയ്ക്കണം. അപ്പൊ എന്ത് നിറയ്ക്കണം നമ്മള്? എന്താണ് നിറയ്ക്കേണ്ടത് പറയൂ. എന്താണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്? എന്ത് നിറയ്ക്കണം? നെഗറ്റീവ് ചിന്തകൾ വരുമ്പോ എന്ത് കൊടുക്കണം അവിടെ? പോസിറ്റീവ് തോട്ടുകൾ നമ്മൾ കൊടുക്കണം. എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു തോട്ട് കൊടുക്കുക. ഇപ്പം ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പഴയ കാല ഒരു സംഭവം വന്നു നിൽക്കുക. ഇപ്പൊ ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യും? ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ട്രിഗർ ചെയ്ത് വരും. അതായത് പണ്ട് കഴിഞ്ഞ കാര്യത്തിന്റെ ഒരു ഓർമ്മ ആരെങ്കിലും കാണുമ്പോ അല്ലെ, അതേപോലെയുള്ള വ്യക്തിയെ കാണുമ്പോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഒരാളെ വാക്ക് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടാവും? അത് ഓർമ്മ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ പകരം മനഃപൂർവ്വം നമ്മൾ നല്ല ചിന്ത കൊടുക്കുക. ആ വ്യക്തിയെ കുറിച്ച് നമുക്കൊരു മോശം ചിന്ത വന്നു എന്ന് വെക്കുക. ഈ വ്യക്തി എന്നെ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് അല്ലെ?
അല്ലെങ്കിൽ ഈ വ്യക്തി അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ അന്ന് പഠിച്ച് ഇന്ന് ഈ നിലയിൽ എത്തിയത് എന്നുള്ള പോസിറ്റീവ് തോട്ട് കൊടുക്കുക. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, താങ്ക്സ് പറയാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അയ്യോ എനിക്ക് വീടില്ലല്ലോ, കാറില്ലല്ലോ, ജോലിയില്ലല്ലോ, എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇന്ന് വലിയ നിലയിലെത്തി, എനിക്ക് ഇത്രയും കുറഞ്ഞൊരു സാലറിയാണ്, അവർ ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോൾ എനിക്ക് ഇത്രയും കുറഞ്ഞ സാലറി കിട്ടുന്നുള്ളൂ. എന്റെ അപ്പുറത്തെ വീട്ടുകാർക്ക് വലിയ നല്ല വീടാണുള്ളത്, ഉള്ളിലൊക്കെ നല്ല, എന്റെ പഴയ വീടാണ്, ഉള്ളിലൊക്കെ നല്ല ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അവരെങ്ങനെയാണ്, അവരെ കാറ് കണ്ടോ, അത് അല്ലെ, അവരെ ഇപ്പൊ ഈ ഹസ്ബൻഡ് ഇങ്ങനെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ അല്ലെ, എനിക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് എനിക്ക് ജോബിന് പോകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്റെ ഈ വൈഫ്, എന്റെ വൈഫ് ആയതുകൊണ്ടാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ കൂട്ടൂലേ, നെഗറ്റീവ് തോട്ട് ഇല്ലാത്തതിനെ കുറിച്ച് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലെ. അപ്പൊ അതിന്റെ പകരം എന്ത് ചെയ്യാ, നമുക്ക് ഉള്ളതിൽ നമ്മൾ നോക്കുക. ഇപ്പുറത്ത് എനിക്ക് വീടുണ്ട്, ഇത്രയും നല്ല വീടുണ്ട്, എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്നെ കൊണ്ട് ഇപ്പം ഇല്ലാത്ത അവരുടെ ആ ഒരു റോൾ ഒന്ന് നിങ്ങൾ നോക്കുക അല്ലെ. അവരുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതേപോലെ തന്നെ വൈഫ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അല്ലെ. നമ്മൾ ജോലി കഴിഞ്ഞു വരുമ്പോ നമ്മുടെ മക്കളെ നോക്കുന്നത്, അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത്, വീട് ക്ലീൻ ചെയ്യുന്നത്, അത് അല്ലെങ്കിൽ അവർ ജോബിന് പോകുന്നു, ഒന്നില്ലെങ്കിൽ നമ്മളെ കേൾക്കാനും നമ്മുടെ കൂടെ ഇരിക്കുന്നത്, അതൊക്കെ നമുക്ക് ബ്ലെസ്സിങ്സ് ആണ്. എന്നാൽ അവരെ കൊണ്ടുള്ള ഒരു അവിടെ നിന്ന് പോയപ്പം എന്ത് പറഞ്ഞിട്ടാണ് പോയത്, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്തു, ആ ഒരു കറുപ്പിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കട്ടപ്പോകുകയാണ്. എന്നാൽ ആ സമയത്ത് അപ്പൊ നമുക്ക് നെഗറ്റീവ് തോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അയാൾ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയെങ്കിൽ അതിന്റെ പുറകെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും 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 വരുന്നത് മുഴുവൻ നെഗറ്റീവാണ് നമ്മുടെ ഉള്ളിൽ, അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ മനഃപൂർവ്വം നല്ല തോട്ട് കൊടുക്കുക. കാരണം എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ ഒരു പിന്നെ ഇത് ക്യാരക്ടർ അദ്ദേഹം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ, അതേപോലെ തന്നെ എന്റെ മക്കൾ ഇങ്ങനെയുള്ള അതുപോലെയുള്ള എനിക്ക് ഈ വീടുണ്ടല്ലോ, കാറുണ്ടല്ലോ, ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ വീടും കാറും ഒന്നും ഇല്ലാത്തവരാണെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വാടക വീടാണെങ്കിൽ ഞാൻ ഉണ്ടല്ലോ, ഇപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിട്ടും വയനാട്ടിൽ എത്രയോ ആളുകൾ കൊട്ടാരൊക്കെ വെച്ച് ആളുകള് ഇന്ന് അവര് ജീവിച്ചിരിക്കുന്നുണ്ടോ, ഈ നിമിഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ ബ്രെയിനിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങള് നല്ല സമാധാനം ഉണ്ടാവും. ഓക്കെ, നമ്മൾ അത് ക്രമേണ ആദ്യം നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ അത് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇനി വീടില്ലാത്ത ആളുകളാണ് എന്താ ചിന്തിക്കേണ്ടത്, ഇന്നിപ്പോ എനിക്ക് വീടില്ല, എനിക്ക് ഉണ്ടാവും അല്ലെ, ഒരിക്കലും പിന്നെ എന്താ ചെയ്യാം, ചിലര് ജീവിക്കുന്നത് നാളെ എന്ന് പറഞ്ഞ ഒരു ദിവസത്തിന് വേണ്ടിയാണ്, നാളെ എനിക്ക് അത് ഉണ്ടായിട്ടേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ആ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന ആളുകൾ, കുറെ ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. എനിക്ക് വീടില്ലല്ലോ, അതില്ലല്ലോ, ജോലി ഇല്ലല്ലോ, പിന്നെ അതേപോലെ കുട്ടികളില്ലല്ലോ, നിനക്ക് എന്താ കുട്ടികളാകാത്ത, അപ്പുറത്തെ ആളുകൾക്ക്, നിന്റെ ഒപ്പം കല്യാണം കഴിഞ്ഞവർക്കൊക്കെ കുട്ടികളായില്ലേ, നിന്റെ ഒപ്പം ഉള്ള കുട്ടികളൊക്കെ കല്യാണം കഴിച്ചില്ലേ, അതുപോലെ ഇതുപോലെ പറയുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അവരുടെ അതിലേക്ക് ആ ഒരു തോട്ട് നമ്മൾ എടുക്കാതിരിക്കുക. കാരണം അവർക്ക് എന്തെങ്കിലും ചോദിക്കണം, അവരത് ചോദിച്ചിട്ട് അവർ പോയിട്ടുണ്ടാവും അല്ലെ. അത് അവരുടെ ഒരു ഇതാണ്, എന്താ പറയാ, ഗോളില്ലാത്ത പോസ്റ്റ് കയറി ഗോൾ അടിക്കുക എന്നൊക്കെ പറയും അല്ലെ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനായിട്ട് കുറെ ആളുകളുണ്ട്. എന്നാല് അവർക്ക് നമ്മൾ അവരോട് ചോദിക്കുന്ന ചില കുഞ്ഞു കാര്യം പോലും അവർക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും പറയണം. ഇങ്ങനെ ആരെങ്കിലും കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ആ നല്ല വാക്ക് പറയുന്നതിന് പകരം ഒരു കുത്തു വാക്ക് പറയാന്നുള്ളത് ചില ആളുകളുടെ ഒരു ആ ലൈഫിൽ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. അത് അവര് നമ്മുടെ ഇതുപോലെയുള്ള കോഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് മാറും. ഓക്കെ, എന്താണ് റിയലൈസ് ചെയ്യാത്തത് കൊണ്ടാണ്, അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ ചോദിച്ചെങ്കിലും എനിക്ക് വീടുണ്ടാവും, എനിക്ക് വീടില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് വീടുണ്ടാവും, അല്ലെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്കുള്ള അനുയോജ്യമായിട്ടുള്ള ആള് വരും, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആണ്. നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, ഈ നിമിഷത്തില് ജീവിക്കുക. ഇപ്പോ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പറയാറുള്ളത് 1 at a time എന്നാണ്. ഒരു കാര്യം ഒരു സമയത്ത് ഫുൾ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ മോർണിംഗ് ക്ലാസ് കേൾക്കുന്ന പല സ്ത്രീകളും, ഞാനടക്കമുള്ള പല ആളുകളും മോർണിംഗ് ക്ലാസ്സും ഒന്നും കേൾക്കൂല. അപ്പൊ എന്ത് ചെയ്യാ, ഓക്കെ അതിൽ ശ്രദ്ധിക്കുക, പക്ഷെ മാക്സിമം നമ്മൾ ചെയ്യുന്ന കാര്യം നന്നായിട്ട് ചെയ്യുക, ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫുൾ കോൺസെൻട്രേഷൻ അവിടെ കൊടുക്കുമ്പോൾ എന്താവും,
നമുക്ക് ആ ഒരു നെഗറ്റീവ് തോട്ടൊന്നും നമ്മളിലേക്ക് വരില്ല. ആ ഒരു ചിന്ത, നമ്മുടെ ചിന്ത നന്നാവും. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഫുഡും അല്ലാതെ ഒരു വെറുപ്പോടെ, അല്ലെങ്കിൽ അയ്യോ ഇത് ഉണ്ടാക്കണല്ലോ, ഇവർക്ക് കൊടുക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഫുഡും അതിൽ എനർജി, അല്ലെ, നമ്മൾ പറയാറുണ്ട്. അതില്ലെന്ന് പറഞ്ഞാൽ സ്വാദ് കുറയും. നമ്മൾ ശപിച്ചോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ ഉണ്ടാക്കുന്ന ഫുഡിന് അത് അവർക്ക് അവരുടെ ഹെൽത്തിന് അത് നല്ലതല്ല എന്നാണ് പറയുന്നത്, അല്ലെ. നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഒരു റൂമില് നമ്മളൊരു വെള്ളം വെക്കാന്ന് വെക്കാം, ഒരു ഗ്ലാസ് വെള്ളം വെച്ചു. അവിടെ നിന്നിട്ട് ഈ നെഗറ്റീവായിട്ട്, എപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുന്ന, ആസപ്പം പറയുന്ന, ദേഷ്യപ്പെടുന്ന ഒരാളുടെ റൂമില് ആ വെള്ളം വെച്ചിട്ട് ഒരു 21 ദിവസമൊക്കെ ആ വെള്ളം അവിടെ വെച്ചതിന് ശേഷം പുറത്ത് കൊണ്ട് കളയുകയാണെങ്കിൽ ആ ചെടി നശിച്ചു പോകുന്ന പറയാം. അയ്യോ, സമയം പോയല്ലോ. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ആ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ആളുകളെ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ വിളമ്പുന്ന ഫുഡ് സ്നേഹത്തോട് കൂടിയിട്ട് ഉണ്ടാക്കുക, സ്നേഹത്തോടെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അതിന്റെ മസാലകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇട്ടിട്ട്, അതേപോലെ നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ എൻജോയ് ചെയ്തുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ മൈൻഡ് വേറൊരു ഇതിലേക്ക് പോവില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സക്സസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഞാൻ വിജയിക്കണം, ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തോട്ടോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ എന്റെ ഫ്യൂച്ചർ എന്താകും, ഞാൻ എന്താകും, എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ രോഗിയാണ്, എന്റെ രോഗം അപ്പോഴും ഉണ്ടാവുമോ, എന്നെ എപ്പോഴാണ് മാറുക, എനിക്ക് ഇനി ഒരു ലൈഫില്ല, ഇങ്ങനെയൊക്കെയുള്ള തോട്ടുകളിലേക്ക് പോകരുത്. ഇത് മാറും, ഞാൻ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ് ടു ഷാൽ പാസ്, അല്ലെ, ഇതും കഴിഞ്ഞു പോകും. ഏതൊരു സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ആ ഒരു നിമിഷവും കഴിഞ്ഞു പോകുന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെ നമ്മൾ ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, നമ്മളെ എന്ത് ചെയ്യുക, നമ്മൾ ഉയർത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ ആയിരിക്കാം. എപ്പോഴും നമ്മളോട് നെഗറ്റീവ്സ് പറഞ്ഞ്, നമ്മളെ കുറ്റങ്ങൾ, നമ്മുടെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ നെഗറ്റീവ്സിനെയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യം നമ്മളെ ഒന്ന് താഴ്ത്തണം എന്ന് വിചാരിച്ച് എപ്പോഴും സംസാരിക്കുന്ന ആളുകളെ, എപ്പോഴും ലോകത്തെക്കുറിച്ച് നെഗറ്റീവ്സ് മാത്രം സംസാരിക്കുന്ന ആളുകളെ കൂടെ നിൽക്കുന്നതിനേക്കാളും നമുക്ക് നല്ല പോയിന്റ്സ് തരുന്ന, നമുക്ക് നല്ല ഐഡിയാസ് കിട്ടുന്ന, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് നല്ല ഒരു ഉത്തേജനമാകുന്ന ആളുകളുടെ കൂടെ നിൽക്കുക. അതിലെ നമ്മുടെ EFT കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള ഓരോ ആളുകളും റിയലി ബ്ലെസ്ഡ് ആണ്. കാരണം അവരെ ചില ആളുകളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം പല ആളുകളും നീ ഇത് ചെയ്തു നോക്ക്, ഇന്നൊരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ, അതായത് നമുക്കിപ്പോ ഒരു ജോലി ഉണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ ഇന്ന ഇതിലേക്ക് നമുക്ക് പല ആളുകളെയും അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം. അപ്പൊ അതൊക്കെ പല ആളുകൾക്കും നല്ല ഒരു എന്താ പറയാ, നല്ല എനർജി തന്നെ നൽകാറുണ്ട്. അപ്പൊ ഒരാൾക്ക് നമ്മളെ കേൾക്കാനുള്ളത്, നല്ല ആളുകള് നല്ലൊരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആളുകൾ നമ്മുടെ EFTയിലെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലിയിൽ വളരെ എൻജോയ് ചെയ്തിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരുപാട് രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ ഡിബേറ്റുകളോ അതിലൊക്കെ പോയിരുന്നിട്ട് നമ്മുടെ എനർജി ലൂസ് ആകുന്നതിനേക്കാൾ, ഞാൻ അതൊന്നും മോശമെന്നല്ല കേട്ടോ പറയുന്നത്, രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ ഡിബേറ്റോ മോശമാണെന്നല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഓൾറെഡി നെഗറ്റീവ് ചിലർക്ക് ഉണ്ടാവും, അവർ അതും കൂടെ കേട്ടിട്ട് അവിടെ നിന്നും കേട്ട് ഇവിടെ നിന്നും കേട്ട് നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ആളുകളെക്കാൾ എത്രയോ ബെറ്റർ ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കൂടെ കൂടി നമ്മുടെ എനർജിയും നമ്മുടെ നോളജും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനുള്ള മനസ്സും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഒരു ഓപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ, പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും അതിന് കംപ്ലൈന്റ് ആണ് കാണുക. അപ്പൊ എന്ത് ഉണ്ടാവുമ്പോഴും നമ്മൾ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു പ്രശ്നത്തിലാണ് എന്നാൽ അതിന് എന്താണ് സൊല്യൂഷൻ എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഭൂതകാലത്ത് നമുക്ക് ഒരുപാട് പഴയ കാലത്ത് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. ആ മെമ്മറീസിലേക്കൊക്കെ പോയിട്ട് അതിലെ എങ്ങനെ മുങ്ങിത്താന്ന് അതിലുള്ള നെഗറ്റീവ്സിനെ പൊക്കിക്കൊണ്ട് വരാതെ എന്താണ് നല്ല കാര്യങ്ങൾ ഉള്ളത്, ആ നല്ല മെമ്മറീസിനെ കുറിച്ച് ഹാപ്പിനെസ് നമ്മൾ കൊണ്ടുവരാം. അതോടൊപ്പം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആ ചിന്തകളെ നമ്മൾ ഇങ്ങനെ തലയിലും വിഴുപ്പ് പേറി നടക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. അതേപോലെ എഴുതി നോക്കുക. സന്തോഷമുള്ള മൂമെന്റ്സിനെ നമ്മൾ എഴുതി നോക്കുക, അല്ലെ.
നമുക്ക് പല പല മൂമെന്റ്സ് ഉണ്ടാവും, സ്കൂളിൽ പോയത് അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ പോയത്, അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ഹാപ്പി മൂമെന്റ്സ് ഉണ്ടാവും, ജോലി ലഭിച്ചത്, മക്കളുണ്ടായത്, അതൊക്കെ നമ്മൾ എഴുതി നോക്കിയിട്ട് മാക്സിമം ഹാപ്പിനെസ് അവിടെ ആ ഹാപ്പിനെസ് ഈ സമയത്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ ഇരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ പറഞ്ഞു അവർക്ക് വീടുണ്ടല്ലോ കാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരിലേക്ക് നോക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ചവരൊക്കെ യൂറോപ്യൻ കൺട്രീസിലാണ് പറന്നു പോകുന്നു, അവിടെയാണ് പഠിക്കുന്നത്, +2 കഴിഞ്ഞ് അവർ പോയി, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ എല്ലാരും എന്റെ കൂടെയുള്ളവരെല്ലാം വീട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഹോം മേക്കർ ആണല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാതെ ഉള്ളതിൽ സന്തോഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് കിട്ടുന്ന ചിലപ്പോ നമ്മൾ വീട്ടിലിരുന്ന് മക്കളെ വളരെയധികം ശ്രദ്ധിക്കുന്നു, മക്കളെ നോക്കുന്നു, അവരുടെ പഠിത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ഹസ്ബൻഡിനെ നോക്കുന്നു, ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ചില വർക്കേഴ്സ് ഉണ്ട്, അല്ലെ? വർക്ക് ചെയ്യുന്ന പല സ്ത്രീകൾക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും ഇതൊന്നും പറ്റാത്തതുണ്ട്, അല്ലെ? അപ്പൊ നമുക്കുള്ള നമ്മുടെ അനുഗ്രഹങ്ങള്, നമ്മൾ കാണാതെ പോകുന്ന നമ്മുടെ അനുഗ്രഹങ്ങൾ എല്ലാം പലതും പല ആളുകളുടെയും സ്വപ്നമാണ്, അല്ലെ? ഇപ്പൊ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു, അപ്പൊ പലരും വിചാരിക്കും തസ്ലീന മാമിനെ പോലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെ? അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ആ ജോബിനെ ബേർഡൻ ആയിട്ട് കാണും, ഒരു ഭാരമായിട്ട് കാണും. അപ്പൊ നമുക്കുള്ള അനുഗ്രഹങ്ങള് മറ്റുള്ളവരുടെ നമ്മൾ ബേർഡൻ ആയിട്ട് കൊണ്ട് നടക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ സ്വപ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അതിനെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഈ കംപ്ലൈനിങ് നേച്ചർ മാറ്റിയിട്ട് എപ്പോഴും എന്തിനും ഏതിനും, അല്ലെ, ഇപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുന്നു, കാണാൻ കഴിയുന്നു, അങ്ങനെയുള്ള ഓരോ തോട്ടുകളും മനസ്സിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വേറൊരു ടിപ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്, നമ്മൾ എന്ത് ചെയ്യുക, സ്മൈൽ ചെയ്യുക, എപ്പോഴും പുഞ്ചിരിക്കുക. ഒന്ന് പുഞ്ചിരിച്ച എല്ലാവരും, നമ്മളെ നജിബ മാം ഒക്കെ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്, വത്സല മാം ഒക്കെ പുഞ്ചിരിയുടെ എനർജി സ്പ്രെഡ് ചെയ്യുന്ന, ഐഷ മാം, എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ച്, ഐഷ സെയ്ദ് മാം, എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരും. ഒന്ന് ചിരിച്ചേ, എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചേ. അമീറ മാം, രാധ മാം, തൈറ മാം, എനിക്ക് കാണുന്നവരെയും വിളിക്കണം കേട്ടോ. സുനീറ മാം, എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചേ. അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. റഷീദ മാം, താങ്ക് യു. അപ്പോ നമ്മുടെ ഓപ്റ്റിമിസം ഈസ് എ ഹാപ്പിനെസ് മാഗ്നറ്റ്. ഇഫ് യു സ്റ്റേ പോസിറ്റീവ്, ഗുഡ് തിങ്സ് ആൻഡ് ഗുഡ് പീപ്പിൾ വിൽ ബി ഡ്രോൺ ടു യു. ഓപ്റ്റിമിസം എന്ന് പറയുന്നത് എന്താണ്? സന്തോഷത്തിന്റെ ഒരു കാന്താണ്, സന്തോഷം വലിച്ചെടുക്കുന്ന ഒരു കാന്താണ്. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങളും നല്ല ആളുകളും നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വത്സല മാമിനോടൊക്കെ എല്ലാവരും പറയാണ്, വത്സല മാമിന്റെ നമ്പർ ഒന്ന് തരുമോന്ന്. കാരണം എന്താ അറിയോ, അവരുടെ ആ ഹാപ്പിനെസ് നമ്മൾ അവരിലേക്ക് അടുപ്പിക്കുകയാണ്, അല്ലെ? നജിബ മാമിന്റെയും അതുപോലെ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പ്രത്യേക ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഹാപ്പിനെസ്, നമ്മുടെ ഹാപ്പിനെസിന്റെ മാഗ്നറ്റ് ആണ് നമ്മൾ ഈ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്, നമ്മളെ ഓപ്റ്റിമിസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലത് എനിക്ക് വരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യും കിട്ടി നോക്കിയിരിക്കലല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ആക്ഷൻ വേണം, ഓക്കെ, പ്രവർത്തിക്കുകയും വേണം. ഓക്കെ, എല്ലാം എനിക്ക് വരുന്നതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് റൂം അടിച്ചിരിക്കുകയല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സമയമായിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്നെ കേട്ട നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂട്ടോ. ഓക്കെ, താങ്ക് യു. ദിലീപ് സർ, ഗുഡ് മോർണിംഗ്. ദിലീപ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഹലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാ. ഓക്കെ, പറയും. മാമിന്റെ ക്ലാസ് ഇന്നത്തെ നല്ലതായിരുന്നു. താങ്ക് യു. അതിനുപരി ഒരുപാട്, പിന്നെ എന്റെ മൈൻഡ് സെറ്റിൽ കൂടി പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിനെ ക്ലിയർ വ്യക്തത ഇന്ന് വരുത്താൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സർവേസിനോട് നന്ദി പറയുന്നു, മാമിനും നന്ദി. പിന്നെ നമ്മുടെ EFT ഫാമിലിയിലുള്ള എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. താങ്ക് യു. ദിലീപ് സർ, കോഴ്സ് ചെയ്താണോ? എന്തോ കോഴ്സ് ചെയ്താണോ നിങ്ങള്? ഹലോ.
ഇല്ല, ഹലോ കോഴ്സ് ദിലീപ് സർ. ചെയ്തിട്ടില്ല. ഓക്കെ, കോഴ്സ് കൺഗ്രാചുലേഷൻ. എനിവേ എന്ത് കോഴ്സ് ചെയ്യണം, കോഴ്സ് ചെയ്യണം. ഓക്കെ അതിന് വേണ്ടിയൊക്കെ ഓക്കെ. റേഞ്ച് ഇഷ്യൂ ഉണ്ട് ദിലീപ് സാറിന്. എന്തായാലും ഒരുപാട് സന്തോഷം. ഡെയിലി വന്ന് സാമ്പത്തികത്തിന്റെ ചെറിയ ആയിക്കോട്ടെ. അത് നിങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, ഒപ്റ്റിമിസം. എനിക്ക് ഇത് ആ ഒരു നെഗറ്റീവ്, എനിക്ക് സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം എനിക്ക് കോഴ്സ് ചെയ്യാനുള്ള ക്യാഷ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് കോഴ്സ് കഴിയാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ കോഴ്സ് ചെയ്യാൻ സാധിച്ചതിന് സർവേശ്വരന് നന്ദി എന്ന് പറയുക. അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ ദിലീപ് സർ, ഓക്കെ താങ്ക് യു ഓക്കെ സോ ഓക്കെ മച്ച്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, പറയൂ. നെക്സ്റ്റ് ആരാണ്? അമിന മാം പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ അഡ്വാൻസിന് പോവാൻ ആദ്യത്തെ പേയ്മെന്റ് കൊടുത്തു. അതിന്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ATCയിൽ ഞാൻ കയറി. പക്ഷെ അത് സമയത്തിന്റെ പിന്നെ ഇവിടെ ഫോണിന് അപ്പൊ ആ സമയത്ത് ഒരു ചെറിയ പ്രശ്നമായപ്പോ കറക്റ്റ് പറയാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ പേയ്മെന്റ് അങ്ങോട്ട് അടച്ചു. അപ്പൊ എനിക്കൊരു വല്ലാത്ത മനസ്സമാധാനം, സന്തോഷമുണ്ട്. ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ആയി. അപ്പൊ ഇത് ഞാൻ പറയാണ്, എല്ലാരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. താങ്ക് യു. നിങ്ങൾ നമ്മുടെ വിഷ്വലൈസേഷൻ ഗ്രൂപ്പിൽ ഉള്ള അമിനയാണോ? ആ അതെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു എല്ലാവരോടും. ഓക്കെ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനി ഉണ്ടാവട്ടെ. എല്ലാരും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് അഡ്വാൻസിന് പോകാനുള്ള കാര്യം പറഞ്ഞപ്പോഴേ, അപ്പൊ അവരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് എന്തായാലും പോണം എന്ന് പറഞ്ഞ എന്തായാലും ഞാൻ ആദ്യത്തെ ആ പേയ്മെന്റ് അടച്ചു. അൽഹംദുലില്ലാഹ്, എനിക്ക് പേയ്മെന്റ് അടക്കാനുള്ള പൈസയും പെട്ടെന്ന് കിട്ടി. അപ്പൊ അതുകൊണ്ടൊക്കെ ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ അമിന മാം. നെക്സ്റ്റ് ഐഷ മാം പറയൂ. അൺമ്യൂട്ട്. ഗുഡ് മോർണിംഗ് തസ്ലീന മാം. വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു ദിവസത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നോടും നിങ്ങളെല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്നത്തെ ദിവസം സോ ഹാപ്പി ആവട്ടെ, സമാധാന സന്തോഷമുള്ള ജീവിതമാവട്ടെ. എല്ലാവരും പുഞ്ചിരിക്കുന്ന, മേമ പറഞ്ഞ മാതിരി പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് എന്നും വരിക. പിന്നെ ഇന്ന് മേമ പറഞ്ഞ മാതിരി 3 കാലം നമ്മുടെ ശുഭാപ്തി വിശ്വാസം 3 കാലവും ഞാൻ ഒരുപോലെ പ്രവർത്തിച്ച് മനസ്സിൽ തട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനക്കരുത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റഫീഖ് സാറിന് പ്രത്യേകം ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ PCMമാർക്കും നല്ല ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഐഷ മാം. സൂപ്പർ. നിങ്ങൾ മ്യൂട്ടായിരുന്നു ഐഷ മാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഐഷ മാം. ഷെരീഫ മാം പറയൂ. ഹലോ, അസ്സലാമു അലൈക്കും. അടിപൊളി ഫോർഗീനസ് മെഡിറ്റേഷൻ ആയിരുന്നു തസ്ലീം മാമിന്റെ. ഇതുപോലെ ഇത് റെക്കോർഡ് ഉണ്ടെങ്കിൽ കിട്ടിയിരുന്ന വളരെ നന്നായിരുന്നു. നമ്മൾ മെഡിറ്റേഷൻ റെക്കോർഡ് ചെയ്യാറില്ല. എന്നാ ഇതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യേണ്ട വിധം എനിക്കറിയാം. ഈ പറയേണ്ട വിധം ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു തന്നിട്ട് വളരെ നന്നായിരുന്നു. നല്ല മെഡിറ്റേഷൻ തസ്ലീം. എല്ലാ ദിവസവും ചെയ്യുന്നതിലും നല്ല അടിപൊളി മെഡിറ്റേഷൻ ആണ് ഇന്ന് ചെയ്തതിൽ. വളരെ എന്താ ഹാപ്പി ആയിരിക്കുന്നു. താങ്ക് യു ഷെരീഫ മാം. എനിക്കുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞാണ് നിങ്ങൾ ചെയ്തത്. താങ്ക് യു. അപ്പോ നമ്മുടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നിങ്ങൾ ചെയ്തത്. ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ മെഡിറ്റേഷന്റെ റെക്കോർഡ് കൊടുക്കാറില്ല. ഓക്കെ, ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ വരുമല്ലോ, വരുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. നമ്മള് മെഡിറ്റേഷന്റെ മെഡിറ്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടല്ലോ. ഓക്കെ ഷെരീഫ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗഫൂർ സർ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തു.
സംസാരിക്കും. മാം. ഗുഡ് വെരി മോർണിംഗ് ഗുഡ് മാം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ, പേരെന്താണ്? മിസ്സസ് എന്റെ പേര് ഗഫൂർ. സാറിന്റെ വൈഫ്. എന്റെ പേര് സഫിയ. സഫിയ. ഓക്കെ, പറയൂ. ഞങ്ങള് ഫോർബേസിൽ ചേർന്നവരാണ്. ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ കാര്യത്തിന് ചേർന്നത്. അതിന് ഇങ്ങനെ പറയാനൊരു മടി പോലെയൊക്കെ ഉണ്ട്. ഞാൻ എന്നും പറയും. അപ്പൊ പഠിച്ചിട്ട് പിന്നാക്കം മാറും. അപ്പൊ പിന്നെ ഞാനിത് ചേർന്നിട്ടില്ലല്ലോ, ഞാൻ എന്താ പറയുന്നുണ്ടെന്നാലും ലാസ്റ്റ് താങ്ക് യു ഞാൻ പറയലുണ്ട്. പിന്നെ ഞങ്ങളിതിൽ ചേരാൻ ഉദ്ദേശിച്ചപ്പോൾ ഞങ്ങൾ 2 ക്ലാസ് കേട്ടത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു തുടങ്ങി. പിന്നെ സാറ് അപ്പൊ തന്നെ 2 ക്ലാസ് കേട്ടതും മരുന്ന് നിർത്തി. ഉറക്കത്തിന് ഗുളിക കഴിച്ച് അത് നിർത്തി. 2 ദിവസത്തെ ക്ലാസ് കേട്ടുള്ളൂ. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഇതിന് ഞങ്ങള് ഇതിലേക്ക് വന്നത്. അപ്പൊ ഇതിലേക്ക് ഞങ്ങള് എത്തിപ്പെട്ടതിന് അള്ളാഹുവിന് എല്ലാവർക്കും കോടാനുകോടി നന്ദി. പിന്നെ റഫീഖ് സാറിന്, പിന്നെ ശാഖരമാണ് ഞങ്ങളുടെ ഫീസ്. അതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. എനിക്ക് കുറെ പറയാനുണ്ട്. പിന്നെ നമ്മുടെ ടൈം ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് അയ്യോ ഹാൻഡ് റൈസ് ചെയ്യല്ലേ ഇനി, കാരണം നമുക്ക് ടൈം ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് ജസ്റ്റ് ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്യരുത്. നമുക്ക് അപ്പോ എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ ജസീല മാമും കൂടെ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കാം. പെട്ടെന്ന് പറഞ്ഞിട്ട് നിർത്തണേ, നമുക്ക് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ. ഹലോ മാം, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സൂപ്പർ ക്ലാസ് ആയിരുന്നു, സൂപ്പർ മെഡിറ്റേഷൻ ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും EFT ജോയിൻ ചെയ്യണം. നമ്മുടെ ജീവിതം നന്നായി വരാൻ വേണ്ടി എല്ലാവരും EFT ജോയിൻ ചെയ്ത് ഒരു വലിയ സക്സസ് ആയി മാറ്റണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. വളരെ നല്ലൊരു ജീവിതമാണ് പിന്നീട് ഉണ്ടാവുന്നത്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ വരിക. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ ഇത് കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആളുകളില്ലേ, ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഇത് നമുക്ക് EFTയുടെ ക്ലാസ് അല്ലെങ്കിൽ EFTയെ കുറിച്ച് ഇന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് കേട്ടിട്ട് ചേഞ്ചസ് ഉണ്ടാവുന്ന ആളുകൾക്ക്, സപ്പോർട്ട് ആകുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്ലാസ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒക്ടോബർ 17 നടക്കുന്ന നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾ മാക്സിമം നമ്മുടെ ആളുകൾക്ക് നിങ്ങളിത് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.